നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്നലെ റയൽ മാഡ്രിഡ് ജിറോണയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിക്കുമ്പോൾ അതിലൊരു ഗോൾ വിനി ജൂനിയറുടേതായിരുന്നു. എംബാപ്പയുമായിട്ട് മികച്ച ഒത്തിണക്കത്തോടുള്ളൊരു മുന്നേറ്റം, അതിനൊടുവിൽ ഗോളും പിറക്കുന്നു. ആഞ്ചലോട്ടി പറഞ്ഞു, ഞാൻ കണ്ടു തൻ്റെ ഏറ്റവും മികവിൽ കളിക്കുന്ന ആ വിനിയെ വീണ്ടും. അവൻ നല്ല ഗുഡ് ഷേപ്പിലാണുള്ളത്, വളരെ ഡേഞ്ചറസ് പ്ലെയറാണവൻ. ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ഐ സോ വിനീഷ്യസ് അറ്റ് ഹിസ് ബെസ്റ്റ് ടുഡേ. വിനീഷ്യസിനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റിലാണ് ഞാൻ ഇന്ന് കണ്ടത്. ഇൻ ഗ്രേറ്റ് ഷേപ്പ്. അവൻ വളരെ വളരെ ഡേഞ്ചറസ് ആയിരുന്നു ഈ കളിയിൽ എന്നാണ് ആഞ്ചലോട്ടി പറയുന്നത്. അപ്പോൾ ഈ സീസണിൽ ഒരു പ്രകടനം നോക്കുക. വിനി ജൂനിയർ 9 ലാലിഗ ഗോളുകൾ ഈ സീസണിൽ ഓൾറെഡി നേടിക്കഴിഞ്ഞു. 16 ഗോൾ കോൺട്രിബ്യൂഷൻസുമായിരിക്കുന്നു. വിനിയും എംബാപ്പയും ചേർന്നുള്ള കൂട്ടുകെട്ട് ക്ലിക്കാവുന്നു. അതിൻ്റെ റിസൾട്ട് നമ്മളിപ്പോൾ കാണുന്നു. എംബാപ്പയാവട്ടെ 20 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയി കഴിഞ്ഞു. ലാലിഗയിൽ ഒരു അസിസ്റ്റ് കൂടി അദ്ദേഹം ഇവിടെ സ്വന്തമാക്കുകയാണ്. അങ്ങനെ പൊളിച്ചടുക്കിയ പ്രകടനത്തിലേക്ക് റയലിൻ്റെ സൂപ്പർ താരങ്ങൾ പോകുമ്പോൾ ലാലിഗയിൽ ഇത്തവണത്തെ കിരീട പോരാട്ടം തീവറക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം ബാഴ്സക്കും റയലിനും ഒരേ പോയിൻ്റാണ്. ഇപ്പോൾ ഗോൾ ഡിഫറൻസ് മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ അവസാന റൗണ്ട് വരെ ഈ പോരാട്ടം കനത്ത് തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോപ്പ ഡെൽ റേയിലാണ് അവരുടെ അടുത്ത കളി. സെമി ഫൈനലാണ്. റയൽ സോസിഡാഡാണ് എതിരാളികൾ. അതിൻ്റെ ഫസ്റ്റ് ലെഗ് ഫെബ്രുവരി 27 പുലർച്ചെ ഇന്ത്യൻ സമയം 2 മണിക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മാർച്ച് 1 റയൽ ബെറ്റീസിനെതിരെ ലാലിഗയിലെ കളി. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന പോരാട്ടമാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 മത്സരം സാന്റിയാഗോ ബെർണാബൂവിൽ. ആദ്യ ലെഗ് മാർച്ച് 5 പുലർച്ചെ 1:30. സോ വിനിയും എംബാപ്പയും ഒക്കെ മിന്നും ഫോമിലാകുമ്പോൾ ആഞ്ചലോട്ടി വലിയ പ്രതീക്ഷയിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.